അതെ അതെ, അതേ അഡ്രസ് തന്നെ അയച്ചാൽ മതി. സുമേഷ് ഭാസ്കർ, കാവിൽ നഗർ ഹൗസിംഗ് കോളനി, വടകര. നിർത്ത്. ആ എന്താമ്മേ? എടാ സുമേഷേ, ഇനി ഈ കോളനി എന്ന് പറഞ്ഞിട്ട് ഇനി ഇന്റെ ഉള്ള വില കളയലടാ. കോളനി എന്നുള്ള പേരെടുത്ത് കളയേ. സർക്കാർ ഉത്തരവായത് ഇനി അറിഞ്ഞിട്ടില്ലേ? കോളനി എന്ന് പറഞ്ഞാൽ മോശമാണെന്ന് അമ്മയോട് ആരാ പറഞ്ഞത്? കോളനി എന്ന് പറഞ്ഞാൽ ഒരു കൂട്ടം ആളുകൾ ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമോ, അത്രയല്ലേ ഉള്ളൂ. അതൊക്കെ ശരി തന്നെ. എന്നാലും കോളനി എന്ന് കേൾക്കുമ്പോ ഇന്ത്യയിൽ എത്ര VIP കോളനികളുടെ നമുക്കറിയാവാ. തിരുവനന്തപുരത്തെ കവടിയാറിലെ പണ്ഡിറ്റ് കോളനി, മെഡിക്കൽ കോളേജിനോടനുബന്ധിച്ചിട്ടുള്ള ഡോക്ടേഴ്സ് കോളനി, നേവൽ ഉദ്യോഗസ്ഥർ താമസിക്കുന്ന നേവൽ കോളനി, ഡൽഹിയിലെ IAS കോളനി, അതുപോലെ തന്നെ ഗാന്ധിനഗർ ഹൗസിംഗ് കോളനി, ജവഹർ ഹൗസിംഗ് കോളനി, AKG ഹൗസിംഗ് കോളനി. ഇതിൻ്റെ എല്ലാം പേരിൽ കോളനി എന്നില്ലേ? അതെല്ലാം എന്താ മോശ? എന്തിനധികം പറയുന്നത്, മഹാരാഷ്ട്രയിൽ കിർലോസ്കർ എന്ന് പറഞ്ഞൊരു കോളനി ഉണ്ട്. സമ്പന്നരായ ആളുകൾ സ്ഥലം വാങ്ങി വീട് വെക്കുന്നുണ്ട്. അവരുടെ ഐഡന്റിറ്റി തന്നെ കിർലോസ്കർ കോളനി താമസിക്കുന്നുള്ളതാ. അവരതിൽ അഭിമാനിക്കുന്നുണ്ട്. അതിന് ഇഞ്ഞതിന് എന്നോട് ഇവിടാന്ന് ഇവിടെ പല കോളനീൻ്റെയോ പേര് മാറ്റി. അത് ഞാൻ അറിഞ്ഞാ. ഉന്നതി ഗ്രാമം, പ്രകൃതി ഗ്രാമം, ഐശ്വര്യ ഗ്രാമം, സത്ഗ്രാമം എന്നൊക്കെ. അതിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലാലോ. പേര് മാത്രം മാറ്റിയിട്ട് എന്നാ കാര്യം? അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് ജീവിത നിലവാരം ഉയർത്താനുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ. കോളനികളിലെ സാഹചര്യവും ആളുകളുടെ ചിന്താഗതിയാണ് മാറേണ്ടത്. അല്ലാതെ കോളനി എന്നുള്ള പേര് മാത്രം മാറ്റിയിട്ട് ഒരു കാര്യമില്ല. എനക്കൊന്നും പറയാനില്ലേ. അവസാനം പ്രാഞ്ചിയേട്ടൻ എന്നുള്ള സിനിമയിൽ മമ്മൂട്ടി അരിപ്രാഞ്ചി എന്നുള്ള പേര് മാറ്റാൻ വേണ്ടിയിട്ട് സ്വർണ്ണക്കട നടത്തിയേക്കേനു. പിന്നെ സ്വർണ്ണക്കട നടത്തുന്ന അരിപ്രാഞ്ചി എന്നാ എല്ലാവരും വിളിച്ചുകൊണ്ടിരുന്നത്. അതുപോലെ ആവാൻ ഞാൻ മതി.